വിമത അട്ടിമറി സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് സിറിയ ഇതുവരെ കരകയറിയിട്ടില്ല. അതിനിടയിൽ മറ്റൊരു ആശങ്ക ഉയർത്തുന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. പുറത്താക്കപ്പെട്ട മുൻ പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ ഭരണകാലത്ത് റഷ്യയുടെ നിയന്ത്രണത്തിലായിരുന്നു സിറിയ. വ്യക്തമായി പറഞ്ഞാൽ വിമതരിൽ നിന്ന് അസദിനെ സംരക്ഷിച്ചു നിർത്തിയിരുന്ന റഷ്യയായിരുന്നു. സിറിയയിൽ നിരവധി റഷ്യൻ താവളങ്ങളുണ്ട്. ഈ താവളങ്ങളിൽ ഭീകരാക്രമണം നടത്താൻ അമേരിക്കയും ബ്രിട്ടനും പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ട്. റഷ്യൻ ഫോറിൻ ഇന്റലിജൻസ് സർവീസ് SVR ആണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. സിറിയയിൽ അസദ് സർക്കാർ നിലംപതിച്ചതോടെ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ശ്രമം നടത്തുന്നതായാണ് വിവരം. ഇതിനായി ഭീകരാക്രമണങ്ങളിലൂടെ സിറിയയിൽ അരാജകത്വം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് ഈ രാജ്യങ്ങൾ നടത്തുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സിറിയയുടെ മെഡിറ്ററേനിയൻ തീരത്ത് റഷ്യയുടെ ശക്തമായ സൈനിക സാന്നിധ്യമുണ്ട്. വിമതർ അധികാരം പിടിച്ചതോടെ ഈ താവളങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലായിരുന്നു റഷ്യ. എന്നാൽ റഷ്യൻ താവളങ്ങൾ നിലനിർത്തുന്നതിൽ വിമതർക്ക് എതിർപ്പില്ലെന്ന് വന്നതോടെയാണ് പുതിയ തന്ത്രവുമായി അമേരിക്കയും ബ്രിട്ടനും എത്തിയിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. റഷ്യ മേഖലയെ തുടർന്നാൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നടക്കില്ലെന്ന് ബ്രിട്ടനും അമേരിക്കയും കരുതുന്നു. അതിനാലാണ് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസികൾ സിറിയയിലെ റഷ്യൻ സൈനിക കേന്ദ്രങ്ങളിൽ ഭീകരാക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ സംഘടിപ്പിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതെന്നാണ് SVR പറയുന്നത്. ഈ നീക്കത്തിന് അമേരിക്കൻ ചാരസംഘടനയായ CIA പിന്തുണയുമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സിറിയയിലെ ഭരണമാറ്റത്തിന് ശേഷം ജയിലുകളിൽ നിന്ന് മോചിതരായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പോരാളികൾക്കായിരിക്കും ആക്രമണങ്ങളുടെ ചുമതലയെന്നാണ് സൂചന. സിറിയയിലെ IS കമാൻഡർമാരെ റഷ്യൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്താൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് റഷ്യൻ ഏജൻസി പറയുന്നത്. ഇതിനായി തീവ്രവാദികൾക്ക് ആളില്ലാ വിമാനം ഉൾപ്പെടെ കൈമാറിയതായും വിവരമുണ്ട്. ഭീകരാക്രമണത്തിനൊപ്പം സിറിയയിലെ IS കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആക്രമണം തുടരുകയും ചെയ്യും. ഇതിനുള്ള നിർദ്ദേശം നൽകിയതായും SVR ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റഷ്യൻ താവളങ്ങളിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആസൂത്രണങ്ങളിലെ തങ്ങളുടെ പങ്കാളിത്തം മറയ്ക്കാനാണിത്. ഇത്തരം പ്രകോപനങ്ങൾ സിറിയയിൽ നിന്ന് സൈന്യത്തെ ഒഴിപ്പിക്കാൻ റഷ്യയെ പ്രേരിപ്പിക്കുമെന്നാണ് അമേരിക്കയും ബ്രിട്ടനും കരുതുന്നത്. സിറിയയിലെ വിമതരെ കൂടി പ്രതിരോധത്തിലാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. അതിനിടെ സിറിയയിൽ പുതിയ തന്ത്രവുമായി ഇസ്രായേൽ എത്തിയിരിക്കുന്നു. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് പിന്നാലെ അധിനിവേശ പ്രദേശങ്ങളിൽ ഇസ്രായേൽ ജനതയ്ക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നെതന്യാഹു. ഇതോടെ 2074 ഉടമ്പടി പ്രകാരം പാലിച്ചു വന്നിരുന്ന അതിർത്തി കരാറാണ് ലംഘിക്കപ്പെടുന്നത്. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം അധിനിവേശ ഗോലാൻ കുന്നുകളിൽ ഇസ്രായേൽ സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിച്ചു. ഇതോടെ ബഫർ സോൺ പൂർണ്ണമായി ഇസ്രായേലിന്റെ അധീനതയിലായി. ഗോലാൻ കുന്നുകളിൽ ജൂത കുടുംബങ്ങളെ പാർപ്പിക്കാനാണ് നെതന്യാഹുവിന്റെ നീക്കം. ട്രംപ് നേരത്തെ അധികാരത്തിലിരുന്നപ്പോൾ തന്നെ ഈ നീക്കത്തിന് കളമൊരുക്കിയതാണ്. അന്ന് പക്ഷേ അസദിന് റഷ്യയുടെ പിന്തുണ ഉണ്ടായിരുന്നതിനാൽ അത് നടന്നില്ല. നിലവിൽ ഇസ്രായേൽ സിറിയയെ ആക്രമിക്കുന്നതിന്റെ കാരണമായി പറയുന്നത് അസദ് സർക്കാരിന്റെ സൈനിക സംവിധാനങ്ങൾ തകർത്ത് അതിർത്തി സംരക്ഷിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ ലക്ഷ്യം സിറിയയെ നിരായുധരാക്കുകയാണ്. തങ്ങളുടെ വരുതിയിൽ നിൽക്കുന്ന ദുർബല പ്രദേശമായി സിറിയയെ മാറ്റണം എന്നാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. ഫലസ്തീൻ അധിനിവേശത്തിൽ അടക്കം ഇസ്രായേലിനെ സായുധമായി വെല്ലുവിളിക്കുന്ന ഹിസ്ബുള്ളയ്ക്ക് ഇറാന്റെ പിന്തുണ ലഭിക്കുന്നത് സിറിയ വഴിയാണ്. ആ സിറിയയിൽ കാലുറപ്പിക്കുന്നതിലൂടെ ഈ കൂട്ടുകെട്ട് തകർക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അസദ് ഭരണകൂടം വീഴുകയും സിറിയയിൽ ഭരണം അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയും ചെയ്ത അവസരം മുതലെടുക്കുകയാണ് ഇസ്രായേൽ.